കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുക. കഴിഞ്ഞ 2 ദിവസം തിരുവല്ലയിൽ ശാപമുക്തി ശുശ്രൂഷയിൽ തങ്കുബ്രദറിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവവചനം പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനെ അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ കർത്താവ് എത്ര നല്ല കർത്താവാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവ്. പ്രിയപ്പെട്ടവരെ, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ലെറ്റസ് നമ്മൾ കേവലം ഒരു ചർച്ച് ഗോവേഴ്സ് ആകാതെ നമുക്ക് ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ദൈവരാജ്യത്തിൽ നിന്ന് അനുഗ്രഹത്തെ ചോർത്തിയെടുക്കുന്നവരായിട്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. വെറുതെ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു ഓർഡിനറി ക്രിസ്ത്യനായി അല്ലെങ്കിൽ ഒരു ചർച്ച് ഗോവറായി മുമ്പോട്ട് പോകാതെ ആ ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെ പ്രദർശന വസ്തുക്കളായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തോട്ടിലെ വെള്ളം വച്ചിയാലും കാക്കയിൻ വരവ് എന്നിലും സറഫത്തുരുക്കി എലിയായെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സറഫത്തുരുക്കി എലിയായെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ കസങ്ങൾ അനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും. ഞാൻ ഉറപ്പിച്ചെന്ന് ഞാൻ പറയാം, 3 കാര്യങ്ങൾ യേശുവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. 1, സർവ ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. 2, സ്വസ്ഥത. 3, സന്തോഷം. സന്തോഷം എന്ന് പറയുമ്പോൾ ജോയ്, നോട്ട് ഹാപ്പിനെസ്, ജോയ്. ജീസസ് വിൽ ഗിവ് യു ജോയ്. ഇത് യേശുവിനല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന്റെ കാരണം നിത്യജീവൻ അകത്ത് വന്നതുകൊണ്ടാണ്. അതാ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒരിക്കലും നശിക്കത്തില്ല. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉറപ്പില്ലാത്തവർ ഇന്ന് ആ ഉറപ്പോടെ വേണം പോകാൻ. നിത്യജീവൻ എന്നിലുള്ളത് കൊണ്ട് പറഞ്ഞേ, നിത്യജീവൻ എന്നിലുള്ളത് ഞാൻ ഒരിക്കലും നശിക്കത്തില്ല, എൻ്റെ തലമുറ നശിക്കത്തില്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ? നേരത്തെ പറഞ്ഞ എല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ വായിച്ച എല്ലാം എന്നോട് ചേർക്കപ്പെടും. അവിടെ now look, God, kingdom of God is what Jesus is referring. ഇവിടെ ദൈവരാജ്യത്തെയാണ് യേശു കർത്താവ് പ്രതിപാദിക്കുന്നത്. And now Jesus says it does not come by observation. യേശു പറഞ്ഞു, ഇത് കാഴ്ചയാലല്ല കിട്ടുന്നത്. It come because the kingdom of God is within you. കാരണം ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. Hallelujah. Hallelujah. Now we are all spiritual beings before becoming human beings. നാം എല്ലാവരും മനുഷ്യരാകുന്നതിന് മുമ്പേ ആത്മീയരായിരുന്നു. We all were there before the foundation of the earth. ഈ ഭൂമിയുടെ സ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മൾ അവിടെ ഉണ്ട്. Hallelujah. Hallelujah. But because of corruption that happened, എന്നാൽ അവിടെ മാലിന്യം വന്നതുകൊണ്ട്, our mind cannot think spiritually. നമ്മുടെ മനസ്സിനെ ആത്മീയമായി ചിന്തിപ്പാൻ കഴിഞ്ഞില്ല. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, those who are born of the flesh are flesh. ജഡത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ജഡമാകുന്നു. We were of the flesh. നാം ജഡത്തിൽ നിന്നായിരുന്നു. Till we were born from God. നാം ദൈവത്തിൽ നിന്ന് ജനിക്കും വരെ. We were born not of blood. നാം ഇപ്പോൾ രക്തത്തിൽ നിന്നല്ല ജനിച്ചത്. That is why we have no hereditary of ours. അതുകൊണ്ട് നമ്മുടെ പിതാവിന്റെ പാരമ്പര്യം ഒന്നും നമുക്ക് You won't get your father's sickness. ആ പിതാവിന്റെ രോഗം നമ്മുടെ മേൽ വരുന്നില്ല. You don't have your father's behavior. ആ പിതാവിന്റെ സ്വഭാവവും നമ്മുടെ മേൽ വരുന്നില്ല. Because you were not born of blood. കാരണം നാം രക്തത്തിൽ നിന്ന് ജനിച്ചവരാണ്. You have a new genealogy. ഇപ്പോൾ നമ്മുടെ മേൽ ഒരു പുതിയ വംശാവലിയാണ്. And that is the blood of Jesus.
and the word of God which is abiding in you for us. അത് തന്നെ യേശുവിന്റെ രക്തത്താലും നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവവചനത്താലും. Hallelujah. Hallelujah. That is why we were born again with a seed which will live forever. അതുകൊണ്ടാണ് നാം വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ കെടാത്ത ഒരു ബീജം വന്നു, അത് എന്നേക്കും That നിലനിൽക്കും. is why we have to be born again. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കേണ്ടത്. Then we can understand the spiritual അപ്പോൾ thing. നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകും. We will understand the kingdom of God. ദൈവരാജ്യവും മനസ്സിലാകും. When Jesus comes into us, യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ the whole kingdom with the king is inside of us. ദൈവരാജ്യം ആ രാജാവിനോട് കൂടെ നമ്മുടെ ഉള്ളിൽ വരികയാണ്. Hallelujah. Hallelujah. Remember, Jesus said something. യേശു കർത്താവ് പറഞ്ഞു, If you love me, നിങ്ങൾ എന്നെ my സ്നേഹിക്കുന്നുവെങ്കിൽ Father will love you also. എന്റെ പിതാവും നിങ്ങളെ സ്നേഹിക്കും. And we will make our home with you. ഞങ്ങൾ വന്ന് നിന്റെ ഉള്ളിൽ പാർക്കും. Hallelujah. Hallelujah. ഞങ്ങളുടെ ഭവനം നിങ്ങളുടെ അകത്താക്കും. ആമേൻ. Hallelujah. Hallelujah. When you love Jesus, നിങ്ങൾ യേശുവിനെ you will സ്നേഹിക്കുമ്പോൾ automatically obey him. നിങ്ങൾ നിശ്ചയമായിട്ടും യേശുവിനെ അനുസരിക്കും. It's not 50-50. അത് 50-50 അല്ല. When you love Jesus, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ Jesus says, Father will love you, യേശു പറഞ്ഞു എന്റെ പിതാവും നിങ്ങളെ സ്നേഹിക്കും. and we will make our home with you. ഞങ്ങൾ നിന്റെ ഉള്ളിൽ വാസം ചെയ്യും. Hallelujah. Hallelujah. Now, my question, എന്റെ ചോദ്യം ഇതാ, where the king lives, രാജാവ് എവിടെ ജീവിക്കുന്നു? can there be poverty? അവിടെ ദാരിദ്ര്യം ഉണ്ടാവുമോ? Where God lives, ദൈവം ജീവിക്കുന്നിടത്ത് can there be lack of anything? അവിടെ എന്തിനേലും കുറവുണ്ടാവുമോ? Where the king of glory lives, മഹത്വത്തിന്റെ രാജാവ് the ജീവിക്കുന്നിടത്ത്, father of all glory സകല lives, തേജസ്സിന്റെയും പിതാവ് where വസിക്കുന്നിടത്ത്, he is living, അവിടുന്ന് വസിക്കുന്നിടത്ത് automatically glory will be there. അവിടെ തേജസ് ഉണ്ടാകും. And wherever there is glory, തേജസ് എവിടെയൊക്കെ ഉണ്ടോ empty boat will become full. ശൂന്യമായ പടകുകൾ നിറയാൻ 5 തുടങ്ങും. loaves will be distributed and 12 basket full. ഓ 5 അപ്പം കൊടുക്കും, 12 കൊട്ട തിരിച്ചു. God is living inside of you and me. The kingdom of God has come inside of you. ദൈവം നിങ്ങളുടെയും എന്റെയും ഉള്ളിൽ വസിക്കുന്നു. ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. Hallelujah. Hallelujah. And since the kingdom has come inside of me, ദൈവരാജ്യം വന്നതുകൊണ്ട് there is an inheritance of the kingdom. ആ രാജ്യത്തിന്റെ ഒരു അവകാശവും ഉണ്ട്. And that inheritance is what we are going to see. ആ അവകാശമാണ് നമ്മൾ കാണാൻ പോകുന്നത്. The Bible says വേദപുസ്തകം പറയുന്നു, that hold on to the head. നീ തലയെ മുറുകെ പിടിച്ചുകൊള്ളുക. As every organ is joined in nerves and sinus, എല്ലാ അവയവങ്ങളും ശാരീരികമായ അവയവങ്ങളും സന്ധികളാലും മജ്ജകളാലും ചേർത്ത് നിൽക്കുന്നത് പോലെ got on to the head, ആ തലയെ മുറുകെ പിടിച്ചുകൊള്ളുവീ. then you will receive a godly increase. അപ്പോൾ നിനക്കൊരു ദൈവിക വളർച്ച ഉണ്ടാകും. Godly increase. ദൈവിക വളർച്ച. Godly increase is not addition, it is multiplication. ദൈവിക വളർച്ച എന്ന് പറഞ്ഞാൽ കൂട്ടുന്നതല്ല, അത് പെരുക്കുന്നത് അത്രേ. Godly is always increase. ദൈവികം എന്ന് പറഞ്ഞാൽ അത് വർധനവാണ്. Jesus said, യേശു പറഞ്ഞു, the kingdom of God ദൈവരാജ്യം is like a mustard seed. അതൊരു കടുകുമണിയോട് When it is planted, അത് നിക്ഷേപിച്ചു it is smallest of every seed, എല്ലാ വിത്തുകളിലും but ചെറുതത്രേ. it will not remain the small seed. എന്നാൽ അത് ചെറിയ വിത്തായി It will നിലനിൽക്കില്ല. grow. അത് വളരും. It will increase. അത് വളരും. It will increase. അത് വർദ്ധിക്കും. It will become a bigger shrub. വലിയൊരു വൃക്ഷമായി മാറും. Hallelujah. Hallelujah. The kingdom of God. ദൈവരാജ്യം. You read the whole book of Matthew. മത്തായി സുവിശേഷം It is മുഴുവൻ always വായിക്കും. talking about the kingdom of God. അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് Kingdom പറയുന്നത്. of God. ദൈവരാജ്യം. The Bible says വേദപുസ്തകം പറയുന്നു, kingdom of God is likened to a man. ഓ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് He സദൃശം. was going through a field. താൻ ഒരു വയലിൽ കൂടെ നടന്നു When he പോകുന്നു. came to know താൻ ഒരു കാര്യം there മനസ്സിലാക്കി. is a treasure inside the field, ആ വയലിൽ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നു. he sold whatever he had with joy തനിക്കുള്ളത് മുഴുവൻ സന്തോഷത്തോടെ വിറ്റു. and bought this land. എന്നിട്ട് ഈ വയൽ വാങ്ങി. People might call him a fool മറ്റുള്ളവർ അവനെ നോക്കി വിഡ്ഢിയെന്ന് വിളിച്ചു. because they cannot see what is under the ground. ഈ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന അവർക്ക് അറിയില്ല. Jesus said യേശു പറഞ്ഞു, he left everything with joy. തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിട്ടുകളഞ്ഞു. I can guarantee you one thing. ഒരു കാര്യം ഞാൻ നിങ്ങളോട് Don't പറയട്ടെ. love the world, leave it with joy. ലോകത്തെ സ്നേഹിക്കരുത്, അതിനെ സന്തോഷത്തോടെ വിട്ടുകളാ. Because there is a very precious treasure in this earthen vessel, which is the glory of God. ഒരു വലിയ വിലപ്പെട്ട നിധി ഈ മൺകൂടാരത്തിലുണ്ട്. അത് ദൈവത്തിന്റെ സന്തോഷമത്രേ.
Hallelujah. Hallelujah. It is the glory. അത് തേജസ്സ്. Glory. തേജസ്സ്. In this earthen vessel. ഈ മൺകൂടാരത്തിൽ Father is living here. Son is living here. Holy Spirit is living here. Whole heaven is here. മുഴുവൻ സ്വർഗ്ഗവും ഇവിടെ വാസം You ചെയ്യുന്നു. cannot be a failure in Jesus Christ. യേശുക്രിസ്തുവിൽ നീ ഒരു പരാജയമാവില്ല. Seek the kingdom. ആ രാജ്യം അന്വേഷിക്കുക. Seek the kingdom. രാജ്യം അന്വേഷിക്കുക. Seek the kingdom. രാജ്യം അന്വേഷിക്കുക. Seek the kingdom. രാജ്യം അന്വേഷിക്കുക. The inheritance is there. അവകാശം അവിടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Give glory to Jesus. യേശുവിന് മഹത്വം. Give glory to Jesus. Hallelujah. ഹല്ലേലൂയ. നിധി അകത്തായിരിക്കുന്നേ. ആമേൻ. പറഞ്ഞിട്ട് നിധി എൻ്റെ അകത്തായിരിക്കുന്നേ. ഈ എന്റെ അകത്തുണ്ട്. ഈ അത്യന്ത ധനം ഈ മൺകൂടാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ഇത് ഞങ്ങളുടെ സ്വന്തം എന്ന കഴിവ് കൊണ്ട് കിട്ടിയതല്ല, സ്വന്തം എന്നല്ല, ഇത് ദൈവത്തിൻ്റെ. ഉറക്കെ പറഞ്ഞേ, നിധി ഏറ്റവും തൻ്റെ ജീവൻ, നിത്യജീവൻ, പാർട്ടേക്കർ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, അത് നിങ്ങളുടെ അകത്തിടാൻ മാത്രം നിങ്ങളെ വിശ്വസിച്ചെങ്കിൽ ബാക്കി എല്ലാ കാര്യം നിസ്സാരമാ. If he can trust you with the riches, he can trust you with anything. ഏത് സമ്പത്തും കൊണ്ട് നിന്നെ വിശ്വസിക്കാമെങ്കിൽ സകലത്തിലും കർത്താവിന് നിന്നെ വിശ്വാസമാണ്. Hallelujah. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട്, വഴിയെ പോകുന്നവനോട് ഒരു നിമിഷം ഒന്ന് പിടിക്കണേ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു കൊടുക്കുവോ? പിന്നെ ആരെയാ കൊടുക്കുന്നത്? ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളുടെ കയ്യിലേ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വന്തം ജീവൻ ഒരു ഭാഗം നിങ്ങളുടെയും എൻ്റെയും അകത്ത് തരാൻ തക്കവണ്ണം നമ്മളെ വിശ്വസിച്ചെങ്കിൽ, അതുകൊണ്ടാണ് നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ വീണ് കിടക്കുന്നവർ എങ്കിലും, ഒന്ന് പറഞ്ഞിട്ട് എങ്കിലും. പിശാച് പറയുന്നത് നീ വീണ് കിടക്കുക, ഫുൾ സ്റ്റോപ്പ്. പക്ഷെ ബൈബിളിൽ പറയുന്നത് നീ വീണ് കിടക്കുന്നുവെങ്കിലും കോമ നിരാശപ്പെടുത്തില്ല. എൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇവിടെ എന്നും കിടക്കാനുള്ളതല്ല, എന്നിൽ വ്യാപരിക്കുന്ന അവനെ മരിച്ചെടുത്തുനിന്ന് ഉയർപ്പിച്ച അതേ ദൈവശക്തി എന്നിലൂടെ വ്യാപരിക്കുന്നതിനാൽ ഞാനും ഉയർത്തെഴുന്നേൽക്കും നിശ്ചയം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും മേലായ അവൻ്റെ കൂടെ എന്നെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് എന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം എന്നിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലുതത്രേ. Now look, the kingdom of God has an inheritance. ദൈവരാജ്യത്തിന് ഒരു അവകാശമുണ്ട്. And that is why 1 Peter 3:9 the Bible says, അതുകൊണ്ടാണ് 1 പത്രോസ് 3:9 വേദപുസ്തകം, you have been called to inherit a blessing. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ അവകാശമാക്കാൻ, inherit, which means you don't have to pay anything. അതിന്റെ അർത്ഥം നിങ്ങൾ അതിനു വേണ്ടി ഒരു പണവും കൊടുക്കണ്ട. Hallelujah. Hallelujah. It is free because Jesus paid the price. യേശു കർത്താവ് വില കൊടുത്തതുകൊണ്ട് അത് സൗജന്യമായി നമുക്ക് ലഭിക്കും. Without coming to the cross you can gain nothing. ക്രൂശിലേക്ക് വരാതെ നിങ്ങൾക്കൊന്നും ലഭിക്കില്ല. Cross is compressed heaven and earth. ക്രൂശ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗവും ഭൂമിയും ഒന്നിച്ചു ചേർത്ത് വെച്ചിരിക്കുന്നു. Hallelujah. Hallelujah. It is a reconciliation. അതൊരു നിരപ്പാണ്. Where I got reconciled with God. ഞാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. Hallelujah. 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 The inheritance is what is talking about. അവകാശമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. Now what does happen when you obey the Holy Spirit? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? You walk in the word of God. ദൈവവചനത്തിൽ നിങ്ങൾ നടക്കും. What is walking in the Holy Spirit? It is walking within the word with the help of the helper. പരിശുദ്ധാത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ജീവിക്കുക എന്നാണ്. Hallelujah. Hallelujah. When you walk in the Holy Spirit, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ what will happen? എന്താണ് സംഭവിക്കുക? You will automatically be living in the inheritance of God. നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആ അവകാശത്തിലാണ് ജീവിക്കുന്നത്. Perfection of love. സ്നേഹത്തിന്റെ തികവ്. That is God. അതാണ് ദൈവം. The inheritance of God ദൈവത്തിന്റെ അവകാശം is love. അത് സ്നേഹമാണ്. There is power അവിടെ ശക്തിയുണ്ട് in that love. ആ സ്നേഹത്തിൽ. Ability of God ദൈവത്തിന്റെ അതേ കഴിവ് is love. ആ സ്നേഹത്തിൽ. And that love ആ
ആ സ്നേഹം is given into our hearts നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. Holy Spirit power is the love of God dwelling inside of us. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ സ്നേഹം. കരങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞ കർത്താവേ, എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. വിടേണ്ടിവരെല്ലാം ഒന്ന് വിട്ട്, ഹൃദയപൂർവ്വം ഒന്ന് വിട്ട്. ഇന്ന് കയ്പ് വലിയ പ്രയാസമാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു വാക്യൂം ക്ലീനറാ. Hallelujah. The splendor of the kingdom of God. Father, I pray in the name of Jesus that you will open the hearts, minds of everybody standing over here. You will open the heart of everyone over here. You will open the heart that they will see the unseen world. They will go in and out of the pastures. Because you said like that. Jesus, you said like this, that if anyone comes through me, I am the door. Anyone comes through me, he will be saved, and he will go in and out of the pastures. We have come through you, Jesus. We have the possibility to go in and out of heaven whenever we come. We love you, Jesus. Fill our heart with your love. ദൈവം വിശ്വസ്തന. ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കാണ്, ഒരുവൻ എന്നോട് ഹല്ലേലൂയ ക്ഷമിക്കാൻ പറഞ്ഞാൽ ഞാൻ അവന്റെ രക്തത്താൽ കഴുകി പുതുതാക്കും. He is faithful that if you confess to him, he will forgive you and cleanse you from all unrighteousness. അവൻ വിശ്വസ്തൻ. ആരെങ്കിലും അവനോട് ഏറ്റുപറഞ്ഞാൽ അവൻ അവരോട് ക്ഷമിച്ച് അവൻ സകല അനീതിയും പോക്കി അവനെ ശുദ്ധീകരിക്കും. I can feel the love of God covering the whole tent right now. ദൈവ സ്നേഹം കൊണ്ട് ഈ ടെന്റിനെ മുഴുവൻ നിറയ്ക്കുന്നത് ഞാൻ കാണുന്നു. I can feel the whole covering of the tent with the love of God. പരിശുദ്ധാത്മാവിന്റെ ദൈവ സ്നേഹം കൊണ്ട് ഓരോ വ്യക്തികളെ തൊടുന്നത് ഞാൻ അറിയുന്നു. Oh, don't worry about anything. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Don't be sad about anything. ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കരുത്. Oh, don't be in anguish about anything. ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെടരുത്. Don't be anxious about anything. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. He began it all. അവനാണല്ലോ ഇതെല്ലാം തുടങ്ങിയത്. You are here in this tent with a purpose. ഓ, നിങ്ങൾ ഇതെല്ലാം ഒരു പദ്ധതി പ്രകാരമാണല്ലോ കേൾക്കുന്നത്. You are here because he loves you. അവൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ നീ ഇവിടെ ആയിരിക്കുന്നത്. He loved you so much. അവിടുന്ന് നിന്നെ അധികമായി He സ്നേഹിക്കുന്നു. went to the cross. ക്രൂശ് വരെയും അങ്ങ് പോയി. Before the cross there was a Gethsemane. ഓ, ക്രൂശിന് മുമ്പായി ഒരു ഗത്സമന തോട്ടമുണ്ടായിരുന്നു. He took over every sin. സകല പാപങ്ങളും അവൻ അവിടെ ഏറ്റെടുത്തു. He took everything upon himself. അവന്റെ മേൽ സകലതും അവൻ വഹിച്ചു. He became a curse for us on the cross. ക്രൂശിന്മേൽ അവൻ നമുക്ക് പകരമായി ശാപമായി. He was left alone in the cross. അവൻ അവിടെ ഏകനായി കൈവിടപ്പെട്ടു. Come to the cross of Jesus. ആ യേശുവിന്റെ ക്രൂശിലേക്ക് വരിക. You cannot ignore the cross and go away. ക്രൂശിനെ അവഗണിച്ചു പോകുവാൻ കഴിവില്ല നിനക്ക്. He loves you so much. ഓ, അവൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. Lift your hand wherever you are and just pour your heart to him. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നിന്റെ ഹൃദയം പകർന്നാട്ടെ. There is an inheritance that is kept in the kingdom of God. ദൈവരാജ്യത്തിൽ നിനക്കായി ഒരു അവകാശം ശേഷിച്ചിരിക്കുന്നു. No man has ever seen the true inheritance of God. ദൈവത്തിന്റെ അവകാശത്തെ ഒരു മനുഷ്യൻ ഇതുവരെ പൂർണ്ണമായി കണ്ടിട്ടില്ല. No man has ever tasted the godly increase till now. ആ ദൈവിക വളർച്ചയെ ഇന്നുവരെ ഒരു മനുഷ്യനും ആസ്വദിച്ചിട്ടില്ല. Why don't you become the first person? അങ്ങനെയെങ്കിൽ നീ എന്തുകൊണ്ട് നിനക്കത് ആദ്യത്തെ മനുഷ്യനായി കൂടാ? Take a determination today. ഇന്നൊരു തീരുമാനമെടുക്ക്. I will live according to the word. ഞാൻ വചനമനുസരിച്ച് I ജീവിക്കും. am not going to go to the world. ഞാൻ ലോകത്തിലേക്ക് പോകയില്ല. Don't be confused at all. ഒന്നിനെക്കുറിച്ചും വിഷമിക്കണ്ട. It is the will of God ഇത് ദൈവിക പദ്ധതി. that you be prosperous. നീ ഉയർച്ച തന്നെ The പ്രാപിക്കും. will of God ദൈവഹിതം that you be of good health. നീ നല്ല ആരോഗ്യമുള്ളവനാകും. I can feel a very special sense of love, sense of tangible love, which is engulfing this whole tent. തൊടാവുന്ന തരത്തിലുള്ള സ്നേഹം ഈ ടെന്റ് മുഴുവൻ നിറയുന്നു. Let the word of Christ dwell in you richly. ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ധാരാളമായി നിറയട്ടെ. Let Jesus dwell in you richly. യേശു നിങ്ങളുടെ ഉള്ളിൽ ധാരാളമായി
സ്ഥിരമായി വസിക്കട്ടെ. Be rooted and grounded in Christ Jesus. ക്രിസ്തു യേശുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. Let you be established in faith and abound in thanksgiving. ഓ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. Come on, give glory to Jesus. യേശുവിന് മഹത്വം കൊടുക്കുക. This generation needs evidence. ഈ തലമുറയ്ക്ക് തെളിവ് വേണം. You and me are the evidence of Jesus on this earth. നിങ്ങളും ഞാനുമായി യേശുവിനായിട്ടുള്ള തെളിവ്. You are the evidence. 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 You are the evidence of the power of God. You are the evidence. ഈ ലോകത്തിലെ ട്രബിൾസ് കണ്ട്, ഈ ലോകത്തിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കണ്ട് ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത് കേട്ടോ. ലെറ്റ് us be the partakers of the kingdom of God. ദൈവരാജ്യത്തിൻ്റെ പാർട്ടേക്കേഴ്സായി, ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കുന്നവരായി, അനേകർക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി, ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്നവരായി നിങ്ങളെ കർത്താവ് തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം അറിയാം. ആ തിരുവല്ലായിൽ ഇറങ്ങിയ അതേ അഭിഷേകം നിങ്ങളുടെ വീടുകളിൽ ഇറങ്ങും. അതേ ദൈവശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങാനിടയാകും. നമുക്ക് ഒന്നിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അഭിഷേകത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് എല്ലാവരുടെയും മേൽ കർത്താവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾ മാറട്ടെ, അവരുടെ നിരാശകൾ മാറട്ടെ, അവരുടെ ആകുലങ്ങൾ മാറിപ്പോകട്ടെ, അവരുടെ രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. കടഭാരത്താൽ വളരെ തകർന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. പ്രിയ സഹോദര, നീ തകർന്നു പോകത്തില്ല. സഹോദരി, നീ തകർന്നു പോകത്തില്ല. കർത്താവ് നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും എൻ്റെ കർത്താവ് തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. മരിച്ചാൽ മതി, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നീ മരിക്കത്തില്ല. നീ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുതുവഴികളെ അവിടുന്ന് തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, വലിയൊരു പകർച്ച അവിടുന്ന് അയച്ചല്ലോ. നന്ദി പറയുന്നു കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇന്നത്തെ ദിവസവും നിങ്ങൾ കേട്ട ഈ സന്ദേശങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുക. കർത്താവിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ സ്റ്റെപ്പുകൾ വെക്കണം. നിങ്ങൾ ധൈര്യത്തോടെ ദൈവരാജ്യത്തിൽ നിങ്ങൾ സ്റ്റെപ്പുകൾ വെച്ച് കർത്താവ് ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ധൈര്യത്തോടെ ദൈവരാജ്യത്തിൽ സ്റ്റെപ്പുകൾ വെച്ചാട്ടെ. നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. നമുക്ക് സുവിശേഷത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു വ്യക്തിയോട് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾ കടന്നുപോയി എന്ന് പങ്കിട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.